അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ഒറ്റയിലൊരു ജീവി എന്ന് പറയുന്ന പുതിയ SCERT ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ഒറ്റയിലൊരു ജീവി. അതിൽ പറയുന്നത് ആഹാര ശൃംഖല ജാലം അഥവാ ഫുഡ് വെബ് എന്തെന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖല ജാലം എന്നറിയപ്പെടുന്നത്. അപ്പം ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖല ജാലം. ആഹാര ശൃംഖല എന്ന് പറയുന്നത് ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല. അതായത് പുല്ല്, പുൽച്ചാടി, കോഴി, കുറുക്കൻ, കഴുകൻ എന്നിങ്ങനെ വരും. എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്ന ജീവി വിഭാഗമാണ് സസ്യങ്ങൾ അഥവാ ഉൽപ്പാദകർ എന്നറിയപ്പെടുന്നത്. അപ്പം എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്ന ജീവി വിഭാഗമാണ് സസ്യങ്ങൾ അഥവാ ഉൽപ്പാദകർ. സമുദ്രം എന്ന ആവാസവ്യവസ്ഥയിലെ ഉൽപ്പാദകരാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസവ്യവസ്ഥയിലെ ഉൽപ്പാദകരാണ് പ്ലവകങ്ങൾ. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറുസസ്യങ്ങളാണ് പ്ലവകങ്ങൾ. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറുസസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസവ്യവസ്ഥയിലെ ഉൽപ്പാദകരാണ് പ്ലവകങ്ങൾ. അടുത്ത ആവാസം. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് ആവാസം എന്ന് പറയുന്നത്. അപ്പം നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് ആവാസം. ഒരു ഉദാഹരണത്തിന് വയല്, പുൽമേട്, മരുഭൂമി, ധ്രുവപ്രദേശം, കണ്ടൽക്കാടുകൾ, സമുദ്രങ്ങൾ, വനങ്ങൾ എന്നിവ. അടുത്ത് ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവികൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ ജീവിയും അജീവിയുമായ ഘടകങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരു ആവാസ വ്യവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും? ജീവികൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ ജീവിയും അജീവിയുമായ ഘടകങ്ങൾ ഉണ്ടാകും. കേരളത്തിലെ ജലാശയങ്ങളിൽ കാണപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ഒരു അധിനിവേശ മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി എന്നറിയപ്പെടുന്നത്. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇത് നമ്മുടെ ജലാശയങ്ങളിലെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ്. അടുത്ത് ആഗോള കടുവാ ദിനം എന്നാണ്? ജൂലൈ 29. പഠിച്ചു വെക്കുക. ആഗോള കടുവാ ദിനം ജൂലൈ 29. ആഗോള കടുവാ ദിനം ജൂലൈ 29. ഇന്ത്യ ഗവൺമെൻറ് പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി കൊണ്ടുവന്നത് 1973 ഏപ്രിൽ 1. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി കൊണ്ടുവന്നത് 1973 ഏപ്രിൽ 1. പ്രകാശ സംശ്ലേഷണം എന്താണെന്ന് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജത്തിൻ്റെ സഹായത്താൽ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഫോട്ടോസിന്തസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പണ്ടൊക്കെ പഠിക്കുന്നുണ്ട്. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളിലെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളിലെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഗ്ലൂക്കോസും ഓക്സിജനും. ചോദിക്കും, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഗ്ലൂക്കോസും ഓക്സിജനും. എല്ലാ ജീവികളും സസ്യങ്ങൾ ഉൾപ്പെടെ ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകമാണ് ഓക്സിജൻ. അപ്പോൾ എല്ലാ ജീവികളും ഇപ്പം എക്സാക്ട്ലി സസ്യങ്ങൾ ഉൾപ്പെടെ എന്ത് ചെയ്യുന്നു? വാതകം ശ്വസിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ശ്വസനഫലമായി എല്ലാ ജീവികളിലും പുറന്തള്ളുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നറിയപ്പെടുന്നത്. ശ്വസനഫലമായിട്ട് എല്ലാ ജീവികളും പുറന്തള്ളുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. എന്നിട്ട് നമുക്ക് ഫൈലോടാക്സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഫൈലോടാക്സി ലേൺ മോർ എന്നാണ് കൊടുത്തേക്കുന്നത്. അതായത് പുസ്തകത്തിലുള്ള എല്ലാം കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് കൊടുത്തേക്കുന്നതാണ്. ഒരു ചെടിയുടെ തണ്ടിൽ ഇലയുടെ ക്രമീകരണ വിന്യാസത്തെ ഫൈലോടാക്സി അല്ലെങ്കിൽ വിന്യാസം എന്ന് പറയുന്നു. നമുക്കൊന്ന് വായിച്ചു വിടാം. ഫൈലോടാക്സി തരങ്ങളെന്ന് പറയുന്ന ഏകാന്തര വിന്യാസം. ഒരു പർവ്വത്തിൽ നിന്നും ഒരു വശത്തേക്കും ഒരില മാത്രം എന്ന രീതിയിലുള്ളതാണ് ഏകാന്തര വിന്യാസം. അതിന് റോസ, ചെമ്പരത്തി, മാവ് എന്നൊക്കെ വരുന്നുണ്ട്. അടുത്ത എതിർവിന്യാസം എന്ന് പറയുന്നത് ഒരു പർവ്വത്തിൽ നിന്നും ഇരുവശത്തേക്കും ഓരോ ഇലകൾ വരുന്നതാണ് എതിർവിന്യാസം. അത് പേര, തുളസി, തെച്ചിയൊക്കെ വരുന്നുണ്ട്. അടുത്ത സർപ്പിള വിന്യാസം എന്ന് പറയുന്നത് ഒരു പർവ്വതത്തിന് ചുറ്റും 3 അതിലധികമോ ഇലകൾ വിന്യസിച്ചിരിക്കുന്ന രീതിയാണ് സർപ്പിള വിന്യാസം. അത് സൂര്യകാന്തി, അരളി, ഏഴിലമ്പാലേക്ക് വരുന്നുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന അന്തരീക്ഷ വാതകം എന്ന് വെച്ചാൽ ഏതാണ്? അത് കാർബൺ ഡൈ ഓക്സൈഡാണ്. പ്രകാശ സംശ്ലേഷണത്തിനെ ഉപയോഗപ്പെടുത്തുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾക്ക് നിറം കൊടുക്കുന്ന വർണ്ണകങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ചുവപ്പ് നിറം ആന്തോസയാനിനാണ്. ചുവപ്പ് നിറം എന്തിനാണ്? ആന്തോസയാനിൻ. ചുവപ്പ് നിറം ആന്തോസയാനിൻ. ഓറഞ്ച് നിറം കരോട്ടിനാണ്. ഓറഞ്ച് കരോട്ടിൻ. മഞ്ഞ നിറം സാന്തോഫിലിനാണ്. മഞ്ഞ നിറം എന്തിനാണ് നൽകുന്നത്? സാന്തോഫിലിനാണ്. അപ്പം ചുവപ്പ് ആന്തോസയാനിൻ, ഓറഞ്ച് നിറം കരോട്ടിൻ, മഞ്ഞ നിറം സാന്തോഫിൽ. അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതും പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറത്തേക്ക് പോകുന്നതിനും അല്ലെങ്കിൽ പുറന്തള്ളുന്നതിനും സഹായിക്കുന്ന ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങൾ അറിയപ്പെടുന്ന പേരെന്തെന്ന് വെച്ചാൽ ഏതാണ്? അത് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രം എന്നുള്ളതാണ്. അപ്പം അന്തരീക്ഷ വായുവിൽ സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതും
പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതിനും സഹായിക്കുന്ന ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങൾ എന്ന് വെച്ചാൽ അത് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രമാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജനാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഏതാണ്? അത് ഓക്സിജനാണ്. ഫസ്റ്റ് നൈട്രജൻ ആണെങ്കിൽ സെക്കൻഡ് ഓക്സിജനാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തമെന്ന് വെച്ചാലാണോ? അപ്പം വാതകവും ഒക്കെ മാറിയിട്ട് സംയുക്തമെന്ന് വെച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡാണ് കേട്ടോ. സംയുക്തം കാർബൺ ഡൈ ഓക്സൈഡാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം എന്ന് വെച്ചാൽ അത് ആർഗണാണ്. അലസവാതകം ആർഗൺ. എപ്പിഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ എന്നറിയപ്പെടുന്നത്. വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. ഇവയിൽ ചെറിയ വേരുകൾ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാനും കട്ടികൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കാനും സഹായിക്കുന്നു. എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ് ഓർക്കിഡുകൾ, മരവാഴ എന്നിവ. അപ്പോൾ ജീവിക്കാൻ വേണ്ടി മാത്രം ആശ്രയിക്കുന്നതാണ് എപ്പിഫൈറ്റുകൾ എന്നറിയപ്പെടുന്നത്. അത് ഓർക്കിഡുകളും മരവാഴയും ആണ്. ഓക്കെ, അടുത്ത് അർദ്ധപരാഗങ്ങൾ എന്താണെന്ന് നോക്കാം. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്തിട്ട് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നവയാണ് അർദ്ധപരാഗങ്ങൾ. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്നവയാണ് അർദ്ധപരാഗങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇതിൽ ഇത്തിൽക്കണ്ണി, ചന്ദനം എന്നിവയൊക്കെ അർദ്ധപരാഗത്തിന് ഉദാഹരണമാണ്. ഇത്തിൽക്കണ്ണി, ചന്ദനം. അടുത്ത പൂർണ്ണപരാഗങ്ങൾ എന്ന് പറയുന്നത് ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന സസ്യങ്ങളെ പൂർണ്ണപരാഗങ്ങൾ എന്ന് പറയുന്നത്. ഒരു പണിയും ചെയ്യാതെ മറ്റൊരാളിൽ നിന്ന് ഊറ്റിയെടുക്കുന്നതിനെയാണ് പൂർണ്ണപരാഗങ്ങൾ എന്ന് പറയുന്നത്. അത് മൂടില്ലാത്താളി, റഫ്ലേഷ്യയൊക്കെ എന്നിവ ഏത് വിഭാഗത്തിൽ വരുന്നു? ഈ പൂർണ്ണപരാഗങ്ങളിൽ വരുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ് റഫ്ലേഷ്യ. അർദ്ധപരാഗങ്ങളും പൂർണ്ണപരാഗങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ്. ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവപോഷ ജീവികൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവപോഷ ജീവികൾ. ഉദാഹരണം നിയോട്ടിയ, മോണോട്രോപ്പ, പൂപ്പലുകൾ എന്നിവ. നിയോട്ടിയ, മോണോട്രോപ്പ, പൂപ്പലുകൾ. പൂപ്പലുകൾക്ക് ഉദാഹരണമാണ് കൂണുകൾ എന്നറിയുന്നത്. കൂണുകൾ. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. അപ്പം നമ്മളിന്ന് പഠിച്ചത് 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ഒറ്റയൊരു ജീവിയും എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ് പഠിച്ചിട്ടുള്ളത്. ആ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. അടുത്ത ചാപ്റ്റർ വൈസ് പഠിച്ചു പോകാം.